ഗോസ്റ്റ് റേഡിയോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേതാനുഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യപ്രകാരം വീഡിയോയുടെ ലെങ്ത് കൂട്ടുകയാണ്. കഥ കേൾക്കുന്ന കൂട്ടുകാരോട് ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഞെട്ടിപ്പിക്കുന്ന സൗണ്ട് എഫക്ട്സും അതിഭീകര ദൃശ്യങ്ങളും ഞാൻ അവതരിപ്പിക്കുന്ന കഥകളിൽ ഉണ്ടാവില്ല. അത് പ്രതീക്ഷിച്ച് വീഡിയോ കാണുന്നവർക്ക് നിരാശയാകും ഫലം. ഈ രാത്രിയിൽ കണ്ണുകളടച്ച് എൻ്റെ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് സുഖകരമായ ഉറക്കം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുകൊണ്ടൊരു മഴയുടെ അകമ്പടിയോടെ നിങ്ങൾക്ക് പ്രേതാനുഭവങ്ങൾ ആസ്വദിക്കാവുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന സംഭവം എങ്ങനെ തുടങ്ങണമെന്ന് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. സംഭവിച്ചതൊക്കെ യാദൃശ്ചികമെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അത്രമേൽ സംഭവിച്ചു. കുറേ എഴുതാനുണ്ട്. പക്ഷേ ഞാനിവിടെ എല്ലാം സംഭവിച്ചതൊക്കെയും ചുരുക്കി പറയാം. എഴുതേണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തോ ഇപ്പോൾ എഴുതാമെന്ന് തോന്നുന്നു. അതിനുള്ള സമയം ഇപ്പോഴായിരിക്കും. 10-13 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതിപ്പോഴും എന്നെ വേട്ടയാടുന്നു. പക്ഷെ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. എന്നോടൊപ്പം കുറച്ചു നേരം എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിൽ പറയുന്ന വ്യക്തികളുടെ ശരിക്കുമുള്ള പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ദയവായി ക്ഷമയോടെ എന്നെ കേൾക്കുക. ഒരു ലത്തീൻ കത്തോലിക്ക പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മൂത്ത മകൻ. എനിക്ക് താഴെ ഒരു അനിയത്തി. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ എന്നിവരടങ്ങുന്ന ഒരു സാധാരണ കുടുംബം. താമസിക്കുന്നത് തീരദേശ മേഖലയിലാണ്. പക്ഷെ കുടുംബത്തിൽ മുക്കുവർ ആരുമില്ല. നല്ല കുട്ടിക്കാലം. എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാർഡിൽ എൻ്റെ സമപ്രായക്കാർ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗാങ് തന്നെയുണ്ട്. പൊതുവേ ഞാനൊരു അന്തർമുഖനായിരുന്നു എല്ലാ കാര്യത്തിലും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒത്തിരിയേറെ അപകർഷതാബോധം. ആരോടും ഇടിച്ചു കയറി സഹകരിക്കാറില്ല. എന്നോട് സഹകരിക്കുന്നവർ 3 പേരാണ്. അവർക്കാണ് എന്നെ നന്നായി അറിയാവുന്നത്. മറ്റുള്ള കുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കും. വല്ലാത്ത പ്രകൃതം. ആ 3 കൂട്ടുകാരുടെ പേര് ഞാൻ പറയാം. ജെനിഫർ, ജോനാഥൻ, അലക്സ്. എൻ്റെ കുട്ടിക്കാലം മികച്ചതാക്കിയ കൂട്ടുകെട്ട്. ഞാൻ ആദ്യം പറഞ്ഞ ജെനിഫറെക്കുറിച്ച് പറയാം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെപ്പോലെയാണ് അവൾ. വെളുത്ത ഗോൾഡൻ ഹെയറുള്ള പെൺകുട്ടി. അല്പം മെലിഞ്ഞിട്ടാണ്. എന്നാൽ അത്രയുമില്ല. നന്നായി പഠിക്കും. ഡാൻസ് ആടും, പാട്ടുപാടും എന്ന് വേണ്ട, അവൾ കൈവയ്ക്കുന്ന സമസ്ത മേഖലയിലും ടോപ്പ്. അവൾ കാരണം എനിക്ക് വീട്ടിലെപ്പോഴും അടിയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ അവളുടെ മാർക്ക് വെച്ചിട്ടാണ് എൻ്റെ വീട്ടുകാർ എന്നെ കമ്പയർ ചെയ്യുന്നത്. ഒരുമാതിരി ഐഫോണും ചൈന സെറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയാണ് എൻ്റെ റിസൾട്ട്. ആ മാർക്ക് വാങ്ങാൻ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. അംഗനവാടി മുതൽ ജെനിഫർ എൻ്റെ കൂടെയാണ്. ആ 3 പേരിൽ എന്നോട് സീരിയസായി ഗുണദോഷിക്കുന്നത് അവളാണ്. അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ അവളും ഞാനും ഒരേ ഡിവിഷനിലായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് അവളാണ് ക്ലാസ് ലീഡർ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എത്ര തവണ മിണ്ടിയാലും അവൾ എൻ്റെ പേര് എഴുതില്ല. കട്ട സപ്പോർട്ട്. ക്ലാസ്സിൽ ഞാൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും പഠിക്കാൻ നല്ല ബുദ്ധിശക്തി ഉള്ളതുകൊണ്ടും എന്നെ ടീച്ചർ പിൻബെഞ്ചിലാണ് ഇരുത്താറ്. ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്. ടീച്ചർ പഠിപ്പിച്ചതിനേക്കാൾ എനിക്ക് മനസ്സിലായത് ടീച്ചർ പുറത്തു പോയി കഴിഞ്ഞ് എന്നെ എൻ്റെ ജെനി പഠിപ്പിക്കുമ്പോഴാണ്. ഇൻ്റർവെൽ സമയത്ത് അവൾ പുറത്തു പോകില്ല. പകരം എൻ്റെ ബെഞ്ചിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിപ്പിക്കും. അവൾ പഠിപ്പിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. എനിക്ക് വേണ്ടി ഹോംവർക്ക് എഴുതി തരുന്നത് അവളാണ്. അവൾ ഉള്ളതുകൊണ്ട് എത്ര ഉഴപ്പിയാലും ഓരോ വിഷയത്തിലും വലിയ മാർക്കില്ലെങ്കിലും പാസ്സാവും. കുഞ്ഞുനാൾ മുതൽക്ക് അവൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ.
ക്ലാസ് കഴിഞ്ഞാൽ ട്യൂഷന് പോകും. അവളുടെ ചിറ്റമ്മയുടെ മോളാണ് ട്യൂഷൻ ടീച്ചർ, ബിന്ദു ടീച്ചർ. ട്യൂഷൻ കഴിഞ്ഞാലും അവൾ വീട്ടിലിരിക്കാറില്ല. എൻ്റെ വീട്ടിലാണ് അധികം നേരവും. എന്നോടൊപ്പം ജോനാഥനും അലക്സും ഉണ്ടാകും. എന്നെക്കാൾ നല്ല മിടുക്കരായതുകൊണ്ട് ലവമാർ 5ാം ക്ലാസ് തോറ്റ് എനിക്ക് ജൂനിയറായി. ഞാനും ജെനിഫറും 6ലും അവന്മാർ 5ലും. ജോനാഥൻ ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. അവതാർ സിനിമയിലെ അവതാറാണവൻ. ക്ലാസ്സിൽ പോകേണ്ട സമയത്ത് അവനെല്ലാം മാവിൻ്റെയും പുറത്ത് കയറിയിരിക്കുന്നത് കാണാം. മാവ് കണ്ടാൽ അവൻ കയറിയിരിക്കും. മരം കയറാൻ അണ്ണാനേക്കാൾ കേമൻ. കൂട്ടത്തിൽ വളരെ കോമഡിയാണവൻ. അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ജോനാഥനെ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. അലക്സ് എന്നാൽ ജന്മനാ മണ്ടൻ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മുമ്പ് ഒരു കൊല്ലപ്പരീക്ഷയ്ക്ക് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ പേരുൾപ്പെടെ കോപ്പിയടിച്ച് എഴുതിയവൻ. കോപ്പിയടിക്കുമ്പോൾ വല്ലവൻ്റെയും പേരുൾപ്പെടെ കോപ്പിയടിക്കുന്ന വെറൈറ്റി സാധനം. ഞാൻ സിനിമാ പാട്ടും എഴുതി പഞ്ചായത്ത് കിണറിൻ്റെ പടവും വരച്ച് അടുത്തത് എന്ത് പാട്ട് എഴുതണമെന്ന് ആലോചിക്കുമ്പോൾ എന്നോട് അളിയാ ഇതിന് 5 മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഊളൻ. അങ്ങനെ 6ാം ക്ലാസ്സിലെ കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് വേനലവധി കിട്ടിയ സമയം. ഞങ്ങൾ നസ്രാണികൾക്ക് ആ സമയത്ത് VBS എന്നൊരു 5 ഡേയ്സ് ക്യാമ്പുണ്ട്. അന്ന് ക്യാമ്പിൽ ബൈബിൾ ക്വിസും ചിത്രരചന മറ്റ് കലാപരിപാടികളും ഉണ്ടായിരുന്നു. അതിൻ്റെ 3ാം ദിവസം കാലത്തെ ഞാൻ അവളുടെ വീട്ടിൽ അവളെ വിളിക്കാൻ ചെന്നപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ജെനി വരില്ല എന്ന്. ഞാൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു. അവൾക്ക് സുഖമില്ലെന്ന്. ഞാൻ കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം വേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് മറുപടി. പിന്നീട് 2 ആഴ്ച എനിക്ക് ശൂന്യതയായിരുന്നു, വല്ലാത്ത നിശബ്ദത. അതിനുശേഷം ഒരു ദിവസം അവൾ എൻ്റെ വീട്ടിൽ കയറി വന്നു. ആദ്യം നോട്ടത്തിൽ തന്നെ മൊത്തത്തിലൊരു വശപ്പിച്ചത്. ഏയ് ഇതെൻ്റെ ജെനിയല്ല. വല്ലാത്ത ചേഞ്ച്. അവൾക്ക് വല്ലാത്ത മാറ്റം. ഞാൻ ചോദിച്ചു, നിൻ്റെ അസുഖം മാറിയോ എന്ന്. എന്നോട് അല്പാൽപ്പം നാണത്തോടെ എന്നോട് പറഞ്ഞു, അതിനെനിക്ക് അസുഖമൊന്നുമില്ല കൊച്ചേ. ഞാൻ പറഞ്ഞു, ശരി, എന്താണേലും വൈകിട്ട് ട്യൂഷന് വരുമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു വരാമെന്ന്. വൈകുന്നേരമായപ്പോൾ അവൾ വന്നു. ഇത്രയും കാലം സൈക്കിളിൻ്റെ മുൻവശത്തിരുന്നവൾ പുറകിൽ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ പുറകിലിരിക്കുന്നേ? അവൾ പറഞ്ഞു, ആ ഇനി അങ്ങോട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന്. ഞാൻ കാരണം ചോദിച്ചു. അതേ ഞാനിപ്പോൾ വലിയ കുട്ടിയാണ് കേട്ടോടാ മണ്ടൂസേ. എനിക്കൊരു ചുക്കും കത്തിയില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അങ്ങനെ 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് സമയം. സ്കൂളിൽ കുറേ ഓളകൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണമെന്ന് വാശി. നറുക്കിട്ടപ്പോൾ എന്നെ കിട്ടിയത് ജെനിക്ക്. സമ്മാനം പരസ്പരം കൈമാറേണ്ട ദിനം വന്നു. അന്നവൾ വെള്ള ഫ്രോക്കാണ് ധരിച്ചത്, പതിവിലും സുന്ദരി. എനിക്കൊരു ക്രിസ്മസ് കാർഡ് കയ്യിൽ തന്നിട്ട് അവൾ പറഞ്ഞു, നീ ഇത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം, എന്നിട്ട് മറുപടി പറയണം. അന്ന് ഉച്ചവരെയായിരുന്നു ക്ലാസ്. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി എല്ലാവരും പോയി കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വന്നിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ 2 പേരും ഗിഫ്റ്റ് അഴിക്കാൻ തുടങ്ങി. ആദ്യം അവൻ്റെ ബോക്സ് തുറന്നപ്പോൾ ബോക്സിലിരുന്നത് 2 വിക്സ് മുട്ടായി ആയിരുന്നു. അവന് ഗിഫ്റ്റ് കൊടുത്ത ആ ഫ്രണ്ടിൻ്റെ സകല തലമുറകളെയും അവൻ തെറി വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡ് അഴിച്ചു നോക്കി. സാന്താക്ലോസിൻ്റെ പടമുള്ള നല്ലൊരു കാർഡ്. അത് തുറന്നപ്പോൾ ക്രിസ്മസ് കരോളിൻ്റെ മ്യൂസിക്, ഭംഗിയുള്ള ട്യൂണിങ് കാർഡ്. പക്ഷേ അതിനുള്ളിൽ അവൾ ഒളിപ്പിച്ചു വെച്ചത് വലിയ രഹസ്യമായിരുന്നു. അതിൽ ജെനി ഇങ്ങനെ എഴുതി വെച്ചു, ഐ ലവ് യു മൈക്കിൾ. അത് വായിച്ചപ്പോൾ ഞാൻ എന്തിനാണവോ എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ കാർഡും കൊണ്ട് വീട്ടിലേക്ക് ഓടി. അന്ന് വീട് വിട്ടിറങ്ങിയില്ല. എനിക്ക് പേടിയായിരുന്നു. ആ ക്രിസ്മസിന് ശേഷം അവളുടെ കുടുംബ വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് താമസം മാറിപ്പോയി. എനിക്കത് ഷോക്കായിരുന്നു. എന്നിലെ 12 വയസ്സുകാരന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്മസ് ലീവ് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങളെ പല ഡിവിഷനിലേക്ക് മാറ്റി. ഞാൻ 7Bയിലായിരുന്നു. ജെനി 7Cയിലേക്ക് മാറി. എനിക്കാകെ അസ്വസ്ഥതയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ 7ാം ക്ലാസ് വരെയാണ് ലാസ്റ്റ്. അങ്ങനെ ഒരു വിധത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് മാറേണ്ട സമയം. അവൾ വേറെ ഗേൾസ് സ്കൂളിലും ഞാൻ ബോയ്സ് സ്കൂളിലും ചേർന്നു. അവളില്ലാത്ത സ്കൂൾ ലൈഫ് എനിക്ക് നരകമായി തീർന്നു. പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്. എനിക്കൊന്നും പൊരുത്തപ്പെടാൻ സാധിച്ചില്ല.
അങ്ങനെ 10ാം ക്ലാസ് എത്തിയപ്പോൾ ജെനി വീണ്ടും കുടുംബ വീട്ടിൽ താമസത്തിന് വന്നു. ഞാനും അവളും വേറെ സ്കൂളിലായിരുന്നു. പക്ഷേ ട്യൂഷന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഇത്തവണ ഞങ്ങൾ ഒത്തിരി അടുത്തു. കാലങ്ങൾ ഞങ്ങളെ വേർപെടുത്തിയെങ്കിലും പക്ഷേ സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അവളും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ സ്നേഹിച്ചിരുന്നു. അവൾക്കായിരുന്നു കൂടുതൽ സ്നേഹം. എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു. 7 കടലിനപ്പുറം കൊണ്ടുപോയി എൻ്റെ ദുഃഖങ്ങളെ ഒളിപ്പിച്ചു വെച്ചാലും എൻ്റെ മുഖത്തു നോക്കി അവൾ അത് കണ്ടുപിടിക്കും. എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അവൾ സഹിക്കുമായിരുന്നില്ല. അവളോട് ഞാൻ എല്ലാം തുറന്ന് പറയുമായിരുന്നു. അവളും അങ്ങനെ തന്നെയായിരുന്നു എന്നോട്. അങ്ങനെയാണെങ്കിലും ജെനിയൊരു ടോംബോയി ആയിരുന്നു. ഒരുപാട് ആണുങ്ങൾ അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരോടവൾ പോടാ ചീളിചക്ക എന്നാണ് പറയാറ്. ഒരു ഔട്ട്സ്പോക്കൺ ഗേളായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു. വളരെ ബോൾഡായ അവൾ കരയുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് അവളും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. സംഭവത്തിലേക്ക് വരാം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം അപരിചിതൻ സിനിമ VCD പ്ലെയറിൽ കണ്ട ഒരു സുഹൃത്ത് എന്നോട് ഓജോ ബോർഡിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ ഡിസ്കിട്ട് പടം കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു. ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന വേറെ 3 സുഹൃത്തുക്കളുമായി കൂടി ഓജോ ബോർഡ് ചെയ്തു നോക്കാൻ തീരുമാനിച്ചു. സിനിമ നോക്കി അത് ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് മനസ്സിലാക്കി. കൂട്ടത്തിൽ പടം വരയ്ക്കാൻ കഴിവുള്ള കൂട്ടുകാരൻ ഓജോ ബോർഡ് വലിയ കട്ടിയുള്ള കാർഡ്ബോർഡിൽ വരച്ചു. 10ാം ക്ലാസ്സിലെ പരീക്ഷാ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾക്ക് 4 പേർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. അന്ന് രാത്രി ഏകദേശം 1 മണിയായി കാണും. ഞങ്ങൾ എഴുന്നേറ്റു. തൊട്ടടുത്ത ക്ലാസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞങ്ങൾ 4 പേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ആദ്യമൊക്കെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തമാശ പറച്ചിലായിരുന്നു. പിന്നീട് ഞങ്ങൾ ആത്മാവിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. കത്തിച്ചു വെച്ച മെഴുകുതിരി പോലും അണയ്ക്കാതെ ഞങ്ങൾ കിടന്നുറങ്ങി. സംഭവിച്ചതൊക്കെ ഞാൻ ജെനിയോടും അലക്സിനോടും ജോനാഥനോടും പറഞ്ഞു. കേട്ടപാടെ അവർക്ക് 3 പേർക്കും ചെയ്തു നോക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ ഒന്നും വന്നില്ലായിരുന്നു. പക്ഷേ അവർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം ഞാൻ സമ്മതിച്ചു. വീടിൻ്റെ ഓപ്പോസിറ്റാണ് അലക്സിൻ്റെ വീട്. അതിൻ്റെ തൊട്ടുപുറകിലാണ് ജെനിയുടെ വീട്. അലക്സിൻ്റെ വീടിന് ടെറസുണ്ട്. അവിടെ മുകളിലൊരു ചെറിയ കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. 2 പെൺമക്കളടങ്ങുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു. മൂത്ത കുട്ടിക്ക് അന്ന് 6 വയസ്സ് കാണും. ചേച്ചിയുടെ പേര് മേരി. നല്ല സുന്ദരി ചേച്ചി. ഭർത്താവിന് ഭയങ്കര സംശയമായിരുന്നു ചേച്ചിയോട്. അങ്ങനെ ഒരു ദിവസം വെളുപ്പിന് ഞങ്ങളുടെ പരിസരം ഉണർന്നത് വലിയൊരു നിലവിളി ശബ്ദത്തോടു കൂടിയായിരുന്നു. മേരി ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു ആ അലറിക്കൊണ്ടുള്ള കരച്ചിൽ. അന്ന് ഞാൻ 4ലോ മറ്റോ പഠിക്കുന്നു. ഞാൻ കണ്ട കാഴ്ച ഇപ്പോഴും മറക്കാനാവുന്നില്ല. ജീവനോടെ മേരി ചേച്ചി നിന്ന് കത്തുന്നു. അവർ 3/4 ഭാഗം വെന്ത ശരീരത്തോടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു. ചുട്ടമാംസത്തിൻ്റെ മണം മരം കൊച്ചുന്ന തണുപ്പത്ത് ആഴ്ന്നിറങ്ങുന്നു. ഭീഭസ്മമായ കാഴ്ച. ചേച്ചി ഭർത്താവിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആളുകൾ മേരി ചേച്ചിയെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവരോട് പറഞ്ഞു, ജോയിച്ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതാണ്. സാരമില്ല, എൻ്റെ 2 പെൺമക്കളെ നോക്കാൻ അയാൾ ഉണ്ടാവണം. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ മേരി ചേച്ചി മരിച്ചു. പ്രായം ഏതാണ്ട് 32 കാണും അന്ന്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജോയിച്ചേട്ടനെ ഭ്രാന്തി പിടിച്ചു. മൂത്ത മകളെ ഏതോ മഠത്തിൽ കൊണ്ടുവന്നാക്കി. ഇളയാളിനെ ജോസിയേട്ടൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിർത്തി. 2 വർഷം മുമ്പ് മൂത്ത മകൾ ആൻസി മഠത്തിൽ വെച്ച് മരിച്ചു. പക്ഷെ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ആ ഒരു സംഭവത്തിന് ശേഷം മുകളിൽ വാടകയ്ക്ക് ആർക്കും കൊടുക്കാറില്ലായിരുന്നു. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അവൻ വരച്ച ഓജോ ബോർഡ് സംഘടിപ്പിച്ചു. ചെയ്തു നോക്കാൻ പറ്റിയ സ്ഥലം അലക്സിൻ്റെ ടെറസ് തന്നെ. അവിടെയാകുമ്പോൾ രാത്രിയിൽ ആരും കാണില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട്സ് അവിടെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ആർക്കും സംശയവുമില്ല. 11 മണിക്ക് ചെയ്തു നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നേരത്തെ കൂട്ടി ഓജോ ബോർഡും മെഴുകുതിരിയും ആരും കാണാതെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 1 കിലോമീറ്ററിനുള്ളിൽ ഏകദേശം 8-10 പള്ളികളുണ്ട്. എൻ്റെ ഇടവകപ്പള്ളി കൂടാതെ. ഇവിടുത്തെ ലത്തിമ്പള്ളിയിലെ സെമിത്തേരിയിൽ മണ്ണിനടിയിലെ അറയിലാണ് അടക്കം ചെയ്യുന്നത്.
ഒരു 5-6 വർഷം കൂടുമ്പോൾ പഴകിയ ശവമെടുത്ത് പുതിയ ശവത്തെ അടക്കുന്ന പരിപാടിയുണ്ട്. ഈ എടുത്തു മാറ്റുന്ന അസ്ഥികൂടം സെമിത്തേരിയിലെ മൂലയിലുള്ള ഒരു പഴയ മേൽമൂടിയില്ലാത്ത 8 അടി പൊക്കമുള്ള ഇടുങ്ങിയ മുറിയിൽ നിക്ഷേപിക്കും. അസ്ഥികൂടത്തോടൊപ്പം അവരുടെ ശവപ്പെട്ടിയും അവർ ഉപയോഗിച്ച തലയണിയും വസ്ത്രങ്ങളും അതോടൊപ്പം നിക്ഷേപിക്കും. അവിടെ പലതരത്തിലുള്ളവർ കാണും. ആത്മഹത്യ ചെയ്തവർ, കൊല ചെയ്യപ്പെട്ടവർ, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവർ. അവരൊക്കെ ഒരറിയും. പണക്കാരനോ പാവപ്പെട്ടവനോ കറുത്തവനോ വെളുത്തവനോ അങ്ങനെ ഒരു വേർതിരിവ് അവിടെയില്ല. നാളെ ഈ ശരീരം പുഴുക്കൾക്ക് തിന്നാനുള്ള അടുക്കള മാത്രം. ശരി, വിഷയത്തിലേക്ക് വരാം. പണ്ടൊരിക്കൽ പള്ളിപ്പെരുന്നാളിന് നാടകത്തിന് വേണ്ടി അന്ന് തലയൊട്ടിയെടുക്കാൻ ഞാനും അലക്സും അറയിൽ കയറിയിട്ടുണ്ട്. പകൽ സമയം 11 മണിക്ക്. അലക്സിന് ഒടുക്കത്തെ ധൈര്യമായിരുന്നു. അവനുള്ളതുകൊണ്ട് എനിക്കന്ന് പേടി തോന്നിയതുമില്ല. അല്ലെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനും അവന് യാതൊരു മടിയുമില്ല. നമുക്ക് സംഭവത്തിലേക്ക് വരാം. ഓജോ ബോർഡ് മുകളിൽ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി. അലക്സ് പറഞ്ഞു, നമുക്ക് സെമിത്തേരിയിൽ പോയി ഒരു തലയോട്ടി എടുത്താലോ എന്ന്. ഞങ്ങൾ അവനെ എതിർത്തു. നിങ്ങൾ വെളിയിൽ നിന്നാൽ മതി, ഞാൻ കയറി എടുത്തോളാമെന്ന് അലക്സ് പറഞ്ഞു. സമയം 9 കാണും. ജോനാഥിനോടും ജെനിഫറിനോടും തൽക്കാലം വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും സൈക്കിളിൽ നേരെ പള്ളിയിലേക്ക് പോയി. സെമിത്തേരിയുടെ മതിലിനപ്പുറം വലിയൊരു തെങ്ങിൻതോപ്പുണ്ട്. അതിൻ്റെ നടുവിൽ പഴയൊരു ബംഗ്ലാവുമുണ്ട്. അവിടെ ഒരു വാച്ച്മാനുണ്ട്. ഇപ്പോഴും അങ്ങേര് അവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സെമിത്തേരിയുടെ റോഡിനടുത്തുള്ള മതിലിൽ സൈക്കിൾ ചാരി വെച്ചിട്ട് അലക്സ മേൽക്കൂരയില്ലാത്ത അറയിൽ ചാടിക്കയറി. വല്ലാത്ത ധൈര്യം. എനിക്ക് പുറത്തു നിൽക്കാൻ വല്ലാത്ത ഭയം. റോഡിന് തെരുവുവിളക്ക് പോലുമില്ല. നല്ല ഇരുട്ട്. അലക്സ് അതിനുള്ളിൽ നിന്നും പറഞ്ഞു, എടാ നീയും കൂടി കയറി വാ, ഇവിടെ പേടിക്കാനൊന്നുമില്ല, ഞാനില്ലേ കൂടെ. എനിക്ക് നീ ആ മെഴുകുതിരി ഒന്ന് പിടിച്ചതാ. അല്പം പേടിയൊന്ന് കുറഞ്ഞു. ഞാൻ അതിനുള്ളിൽ കയറി. ഇപ്പോഴത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. മണ്ണിൻ്റെ സ്പർശനമേൽക്കാതെ ഭൂമിക്കുള്ളിലെ അറയിൽ വർഷങ്ങളോളം ശവപ്പെട്ടിയിൽ കിടന്ന അസ്ഥികൂടങ്ങൾക്ക് വല്ലാത്ത ദുർഗന്ധമായിരുന്നു. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം. മെഴുകുതിരിയുടെ വെട്ടം താഴേക്ക് അടിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ചവിട്ടി നിൽക്കുന്നത് ശവപ്പെട്ടികളുടെ പുറത്താണ്. പൂർണ്ണമായും അഴുകിയതും പാതി അഴുകാത്തതുമായ ശവത്തിൻ്റെ നാറ്റം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരുന്നു. പോരാത്തതിന് ചെറിയ ചാറ്റൽ മഴയും. എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ കണ്ണുകൾ ഉടക്കിയത് അല്പം വ്യത്യസ്തമായ ഡിസൈനുള്ള ഒരു ശവപ്പെട്ടിയിലായിരുന്നു. കൈകൾ കൊണ്ട് പൊടി തൂത്തുകളഞ്ഞു. പേര് ഫെർണാണ്ടസ്. വയസ്സ് 72. നല്ല നീളമുള്ള ശവപ്പെട്ടിയായിരുന്നു. അലക്സ് തുരുമ്പെടുത്ത കൊളുത്ത് പതിയെ ഊരി. പെട്ടി തുറന്നു നോക്കിയതും അവൻ പിന്നോട്ട് മറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. അവൻ പെട്ടിക്ക് നേരെ വിരൽ ചൂണ്ടിക്കാണിച്ചു. ഞാനത് നോക്കി. പിന്നീട് ആ പെട്ടി ആഞ്ഞടച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ തലയോട്ടിയുമായി ഞങ്ങൾ അവിടുന്ന് ഓടി. എൻ്റെയും അവൻ്റെയും കിതപ്പ് മാറിയിരുന്നില്ലായിരുന്നു. ഞങ്ങൾ ആ ശവപ്പെട്ടിയിൽ കണ്ടത് ഒരു ഭീകര രൂപത്തെയായിരുന്നു. അതിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. സമയം അപ്പോഴേക്കും 10 മണി പിന്നിട്ടു. സൈക്കിളുമെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ജോനാഥിനെയും ജെനിഫറിനെയും കൂട്ടി ഞങ്ങൾ ടെറസിൽ കയറി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ മൂക്കുപൊത്തുന്നുണ്ടായിരുന്നു. ബാഗ് തുറന്ന് തലയോട്ടി പുറത്തെടുത്തപ്പോൾ അവർ ശരിക്കും പേടിച്ചു. നിലാവ് തെളിയാത്ത ആകാശം. തെങ്ങോലകൾ കാരക്കാറ്റിൽ ആടിയുലയുന്ന ശബ്ദം. നിശബ്ദത ചുടു രക്തമെന്ന പോലെ തളം കെട്ടി. ഓജോ ബോർഡ് നിലത്ത് വെച്ചു. 4 മെഴുകുതിരികൾ 4 അറ്റത്ത് സ്ഥാപിച്ചു. ഒടുവിൽ 1 രൂപ തൊട്ടെടുത്ത് വെച്ചു. തലയോട്ടി ഇടതുവശത്തും വെച്ചു. ആരെ വിളിക്കണമെന്നായിരുന്നു അടുത്ത വിഷയം. ആകെ ഒരു കൺഫ്യൂഷൻ. ഒടുവിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു, മേരി ചേച്ചി. തൊട്ടടുത്ത് മേരി ചേച്ചിയുടെ മുറിയാണ്. അത് അടച്ചു കിടക്കുകയാണ്. ഒരേ സ്വരത്തിൽ ഞങ്ങൾ മേരി ചേച്ചിയെ വിളിച്ചു. 4 പേരും കണ്ണുകൾ നന്നായി അടച്ചു പിടിച്ചു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. വല്ലാത്തൊരു തരിപ്പ്, ഒരു ചൂട്, കയ്യും കാലും തളരുന്നത് പോലെ. ആ മുറിക്കുള്ളിലെ പ്ലാസ്റ്റിക് കൊണ്ട് നെയ്ത കട്ടിലിൽ നിന്നും ആരോ ചാടി എഴുന്നേറ്റതുപോലെ ശബ്ദം കിട്ടും. അഴുകിയ നാറ്റമെങ്ങും. കടപ്പുറത്തു നിന്നും പട്ടികളും കുറുനരികളും ഓരിയിടുന്ന ശബ്ദം. ഓജോ ബോർഡും തലയോട്ടിയും വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഓടി. 4 പേർക്കും അന്ന് പനി പിടിച്ചു. അതോടെ തീർന്നു ഒരുമിച്ചുള്ള പഠിത്തം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് ആരോടും പറഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് അലക്സും കുടുംബവും വീട് മാറി അല്പം ദൂരത്തേക്ക് പോയി. വീടെടുത്തത് അവൻ്റെ ഗൾഫിലുള്ള അങ്കിൾ ജോയിച്ചേട്ടൻ്റെ ആയിരുന്നു. അതുകൊണ്ട് അവൻ മിക്കവാറും അവിടെ തന്നെയായിരുന്നു.
നാളുകൾ കഴിഞ്ഞു. ഞാനും ജെനിഫറും +1 ഒരുമിച്ച് ചേർന്നു. കൊമേഴ്സ് ബാച്ചായിരുന്നു. അതിനുശേഷം ജെനിയിൽ വളരെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കുറേ സുഹൃത്തുക്കളെ അവൾക്ക് കിട്ടി. എന്നോടുള്ള അടുപ്പം എന്തോ കുറഞ്ഞതുപോലെ. ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കണം. അവളോട് എനിക്ക് വല്ലാത്ത സ്വാർത്ഥതയുണ്ടായിരുന്നു. എന്നെ മാത്രം സ്നേഹിക്കണം എന്ന സ്വാർത്ഥത. ക്ലാസ്സിൽ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴുമല്ലാതെ അവൾ എൻ്റെ കൂടെ കാണില്ലായിരുന്നു. അങ്ങനെ ഞാനവിടെ തീർത്തും ഒറ്റപ്പെട്ടു. ജെനിയോടെനിക്ക് പ്രേമം തോന്നിയില്ല. പക്ഷേ അവളെന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. +2 എത്തിയപ്പോഴേക്കും അവൾ ഒരുപാട് മാറി. പഴയ ജെനിയല്ലായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഫ്രോഡുമായി അവൾക്ക് പ്രേമമായി. അവൻ്റെ ഉദ്ദേശം വേറെ പലതുമായിരുന്നു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൾ വഴങ്ങിയില്ല. അവർ രണ്ടുപേരും മരച്ചുവട്ടിലിരുന്ന് സല്ലപിക്കുമ്പോൾ വളരെ വേദനയോടെ ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ. പലപ്പോഴും കണ്ണ് നിറയുമായിരുന്നു. എന്നും എന്നോടൊപ്പം ഒരുമിച്ചായിരുന്ന അവൾ വേറൊരുത്തൻ്റെ കൂടെ അടുത്തിടപഴകുമ്പോൾ എൻ്റെ ഹൃദയം കീറിമുറിക്കുന്ന വേദന. ഒരുപക്ഷെ അന്നായിരിക്കണം ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത്. അവളെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. എന്തു നേടിയാലും ഇതുവരെ നേടാത്തതിനായിരിക്കും നേടിയതിനേക്കാൾ വില. അവൻ വളരെ മോശമായിട്ടാണ് അവളുടെ കാര്യങ്ങൾ കൂട്ടുകാരോട് വെളിപ്പെടുത്തിയത്. സഹികെട്ട ഞാൻ അവളെ പിടിച്ചു നിർത്തി അവളോട് കാര്യങ്ങൾ പറഞ്ഞു. അന്നവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിനക്ക് നാണമില്ലല്ലോ എൻ്റെ കാര്യം പറഞ്ഞ് നടക്കാൻ. നീ എന്താ എൻ്റെ വാച്ചറാണോന്ന്? മേലിൽ അവനെപ്പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന്. മേലിൽ എന്നോട് മിണ്ടാൻ വരരുത്, നിന്നെ എനിക്ക് അറപ്പാണ്. ഇത്രയും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകി. അവളോടെനിക്ക് എന്തോ വെറുപ്പ് തോന്നിയില്ല. പക്ഷേ അവളെ ശല്യം ചെയ്യരുതെന്ന് തോന്നി. അവളെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു. പല ദിവസങ്ങളിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സങ്കടവും ഒറ്റപ്പെടലും വേദനയും. മനസ്സവളോട് മിണ്ടണമെന്ന് പറയുമ്പോൾ അവസാനം അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരും. +2 കഴിഞ്ഞു. അവൾ വീട് മാറി. എനിക്കും അവൾക്കും വേറെ വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് ഒരു തരത്തിൽ നന്നായിരുന്നു. ബസ് യാത്രയ്ക്കിടയിൽ ഞങ്ങൾ പരസ്പരം കാണാറുണ്ടായിരുന്നു. പക്ഷേ മുഖത്തു നോക്കില്ല, ഒഴിഞ്ഞു മാറുമായിരുന്നു. അവൾ നോക്കിയില്ലെങ്കിലും ഞാൻ നോക്കും. എനിക്കൊന്നും എൻ്റെ ജെനി പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. കൂടെ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് ജോസ്. ജെനിയുടെ പുതിയ ലൈൻ. അവൾക്കെന്ത് സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അങ്ങനെയൊന്നും അല്ലായിരുന്നു ജെനി. പക്ഷേ ജെനിയും ജോസും നല്ല സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെന്ന മട്ടിലായിരുന്നു രണ്ടുപേരും. ജോസ് കുഴപ്പമില്ല, എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു. ജെനിയുടെ വീട്ടിൽ അത്യാവശ്യം എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്നേഹം ശക്തമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2 കൊല്ലങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അവളെ കണ്ടിട്ട് 2 കൊല്ലമായി. അന്ന് വൈകുന്നേരം ഞാനും എൻ്റെ സുഹൃത്തുമായി വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ജെനി കയറി വന്നു. അവൾ വന്നപാടെ ഞാൻ മുറിയിൽ കയറി കതകടച്ചു. അവൾ കതക് കൊട്ടിക്കൊണ്ടിരുന്നു. ഞാൻ തുറന്നില്ല. എന്തോ അന്നെനിക്കങ്ങനെ പെരുമാറാനാണ് തോന്നിയത്. കാലങ്ങളായി ഉള്ളിൽ നിറഞ്ഞ നിരാശയായിരിക്കണം എന്നെക്കൊണ്ടത് ചെയ്യിപ്പിച്ചത്. അവൾ അവിടെ നിന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു. ഞാൻ കതക് തുറന്നില്ല. അവൾ എന്നോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, നീ പൊയ്ക്കോ, ഞാൻ കതക് തുറക്കില്ല എന്ന് പറഞ്ഞു. അവൾ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞു. ഞാനും കരഞ്ഞു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. വെളിയിലിരുന്ന സുഹൃത്തും എന്നോട് കതക് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ തുറന്നില്ല. ജെനി പറഞ്ഞു, നിന്നെ ഒത്തിരി ഒഴിവാക്കിയിട്ടുണ്ട്. പലതും എൻ്റെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. നിന്നോടന്നത് പറയാൻ പാടില്ലായിരുന്നു. എല്ലാറ്റിനും മാപ്പ്. ഞാൻ വന്നത് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ആദ്യം അത് അറിയിക്കുന്നത് നിന്നെയാണ്. നീ വരണം പ്ലീസ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. കതക് തുറക്ക്. ഞാൻ പറഞ്ഞു, നീ അറിയിച്ചല്ലോ, ഇനി പോകാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, അളിയാ അവൾ പോയി, നീ കതക് തുറക്ക്. കതക് തുറന്നപ്പോൾ അവൻ പറഞ്ഞു, അവൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ അവളുടെ കല്യാണക്കുറിയിലെ പേര് നോക്കിയപ്പോൾ ചെക്കൻ വേറെ ഏതോ ആണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ജോസുമായുള്ള വിവാഹം നടക്കില്ല, അവളെക്കൊണ്ട് വേറെ കെട്ടിക്കുകയാണ്. അവൾ അതിൻ്റെ വിഷമം സഹിക്കാതെയാണ് നിന്നെ തേടി വന്നത്. ഞാൻ ജോസിനെ വിളിച്ചു. അവൻ ഫോണിൽ കരയുകയായിരുന്നു. അവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, നീ പോയി അവളെ വിളിച്ചിറക്ക്, ബാക്കിയുള്ള കാര്യം പിന്നീട്. അവനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പോകണം. അതുകൊണ്ട് തലേദിവസം രാത്രി തന്നെ പോകാമെന്ന് വിചാരിച്ചു. 8 മണിക്കാണ് ട്രെയിൻ. 11:30 എറണാകുളം എത്തി. അവിടെ അടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു. ഒന്ന് ഫ്രഷായി കിടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു, അളിയെ ജെനി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. അവൾക്കല്പം സീരിയസ് ആണ്, നീ ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കേട്ടത് ഒരു ദുസ്വപ്നമായിരുന്നാൽ മതിയെന്ന് എനിക്ക് തോന്നി. മനസ്സ് മുഴുവൻ അവളുടെ മുഖം. എൻ്റെ ശരീരമാകെ തളർന്നു. അന്ന് രാത്രി മുതൽ പകൽ വരെ ഞാൻ അവളുടെ പേര് പുലമ്പി കിടന്നു. എനിക്ക് കരയാൻ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നില്ല. രാവിലെ തന്നെ ഞാൻ ട്രെയിനിൽ തിരിച്ചു. സ്റ്റേഷനിൽ വെച്ച് ഞാനവനെ വിളിച്ചു. കൂട്ടുകാരെല്ലാം ഹോസ്പിറ്റലുണ്ട്, നിന്നെ ഒഴിച്ച്. ഇടറിയ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ജെനിമോക്ക് സീരിയസ് ആണോ? അവൻ പറഞ്ഞു, അവൾക്ക് ബോധമുണ്ട്, ജോസ് കൂടെയുണ്ട്. ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. കയറി കണ്ടപ്പോൾ അവൾ പറഞ്ഞത് മൈക്കിൾ എന്നെ കാണാൻ വന്നില്ല എന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ അറിയാണ്ട് പൊട്ടിക്കരഞ്ഞു. എന്തിനാണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് വീട്ടുകാർ വിവാഹം സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോൾ അവരെ വിരട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അവൾ തീ കൊളുത്തിയിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു. തീ പടർന്നിരിക്കുന്നത് താഴെ നിന്നുമാണ്. അവളുടെ ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. കോൾ കട്ടായി. എറണാകുളത്തു നിന്നും കൊല്ലത്തേക്കുള്ള 3.5 മണിക്കൂർ യാത്ര എനിക്ക് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം പോലെ തോന്നിച്ചു. സമയം നീങ്ങുന്നില്ല. സെക്കൻഡുകൾക്ക് മിനിറ്റുകളുടെ ദൂരം. ആ യാത്രയിൽ ഞങ്ങളുടെ കഴിഞ്ഞുപോയ നാളുകൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ നിറയുന്നത് എനിക്കെതിരെയുള്ള യാത്രക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജനനിയിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. സ്ഥലങ്ങൾ ഓടി മറയുന്നത് പോലെ. വർഷങ്ങളും ഓർമ്മകളും അത്ര വേഗം ഓടി മറഞ്ഞു. ട്രെയിൻ കൊല്ലം സ്റ്റേഷനിലെത്തി. ഓട്ടോ പിടിച്ച് വീടെത്തി. ഞാൻ വന്നപാടെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു. അവളെ കയറിക്കാണാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആരെയും കയറ്റിവിടുന്നില്ല. നീ ഇനി അങ്ങോട്ട് പോകണ്ട. അവൾ അപകടനില തരണം ചെയ്തു. മുഖത്തൊന്നും പൊള്ളലില്ലടേ. കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം. അവൾ തിരികെ വന്നല്ലോ. അവൾക്ക് പെട്ടെന്നൊന്നും മരിക്കാനാവില്ല. ദിനിയെപ്പോലുള്ള ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്യില്ല. അവൾ ഇതിനൊക്കെ എതിരാണ്. എന്തിനേയും പോസിറ്റീവ് സെൻസിൽ ഹാൻഡിൽ ചെയ്യുന്ന ജെനി എന്തിനത് ചെയ്തു എന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ബാഗിൽ എൻ്റെ ഫയൽസ് കാണുന്നില്ല. എൻ്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്ന ഫയൽ ലോഡ്ജിലെ റൂമിലാണ്. അതെടുക്കാൻ മറന്നുപോയി. ലോഡ്ജിലെ നമ്പർ എടുത്ത് വിളിച്ചു നോക്കി. ഫോൺ എടുത്തു. റൂമിലെ ഫയൽ ഒന്നെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാമോ? രാത്രി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവൾക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു. റൂമിലെത്തിയപ്പോൾ മണി 12 മണി. ചേർത്തലയിൽ അനാവശ്യമായ ട്രെയിൻ 1/2 മണിക്കൂർ പിടിച്ചിട്ടു. യാത്രാക്ഷീണം കാരണം നല്ല ഉറക്കമുണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് FBയിൽ വന്നത്. നോക്കിയപ്പോൾ അത് ജെനിഫറായിരുന്നു. ഞാൻ സ്തംഭിച്ചു പോയി. ഉടനെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് മൈക്കിൾ എന്ന് അവൾ മെസ്സേജ് ഇട്ടു. പിന്നീട് ഓഫ്ലൈനിൽ പോയി. അവളുടെ അക്കൗണ്ട് പിന്നീട് എത്ര പരിശോധിച്ചിട്ടും അവളുടെ അക്കൗണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതെവിടെ പോയി? പകുതി ആശ്വാസമായിരുന്നു. എന്തായാലും അവൾ തിരിച്ചു വന്നല്ലോ. പിന്നെ എനിക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നി. ആ സമയത്ത് എന്തിനാണ് അവൾ മെസ്സേജ് അയച്ചത്? മാത്രമല്ല, ഇത്രയും വേഗം റിക്കവർ ആകില്ല. അയാൾ തന്നെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തായാലും നേരം വെളുത്തിട്ട് അങ്ങോട്ട് പോകുമല്ലോ. പിറ്റേന്ന് രാവിലെ തന്നെ കൊല്ലത്തേക്ക് തിരിച്ചു. ഓട്ടോ പിടിച്ച് വീട്ടിൽ എത്താറായി. ദൂരെ നിന്നും അവളുടെ വീടിന് താഴെ ഒരു പന്തൽ. നിലവിളി ശബ്ദം ഉയരുന്നു. ദേവദാരുപ്പൂക്കളുടെ മണമുള്ള പെർഫ്യൂം എൻ്റെ നാസാരന്തരങ്ങളിൽ തുളച്ചു കയറുന്നു. കാലാവസ്ഥ പോലും വിങ്ങിപ്പൊട്ടുന്ന പോലെ മൂടിക്കെട്ടി നിന്നു. ഒരു കാറ്റ് പോലും വീശുന്നില്ല. ചുറ്റുമുള്ള പോസ്റ്ററുകളിൽ കണ്ണുകൾ ഉടക്കി. എൻ്റെ ജെനിയുടെ ഫോട്ടോ. എനിക്ക് കരയാൻ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നില്ല. മനസ്സ് കൈവിട്ടുപോയി. വീട്ടിലേക്ക് എൻ്റെ സുഹൃത്തുക്കളും കൂടെ പഠിച്ചവരും നിറഞ്ഞു നിൽക്കുന്നു. ആംബുലൻസിൻ്റെ ശബ്ദം കീറിപ്പാഞ്ഞെത്തി. ഞാൻ റൂമിൽ കയറി കതകടച്ചു. ഞാൻ എന്നോട് തന്നെ പഴിച്ചു. അവസാനമായി അവളെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പെരുമാറിയതോർത്ത് മനസ്സ് പിടഞ്ഞു. അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു. ഒന്നും ബാക്കി വയ്ക്കാതെ അവൾ പോയി. കൂടെ ഞാനും അവളെയും ചേർത്ത് വെച്ച കുറേ ഓർമ്മകളും ബാക്കി. എല്ലാവരും അവളുടെ ബോഡി പോയി കണ്ടു, ഞാനൊഴിച്ച്. എൻ്റെ മനസ്സിൽ അവൾ ജീവനോടിയിരിക്കുന്ന മുഖമുണ്ട്. അത് മതി, അത് മാത്രം മതി. ഞാൻ അവളെ കാണാൻ പോയില്ല. എനിക്ക് കരയാൻ തോന്നുന്നില്ല.
കാരണം അവളുടെ മരണം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ കരയാതെ നിർവികാരതയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാർ തന്നെ പറഞ്ഞു, നിനക്കൊന്ന് കരഞ്ഞുകൂടെ എന്ന്. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർ കരുതി. ജോസ് അവളുടെ തലയോട് ചേർന്ന് നിൽക്കുന്നതായി ഞാൻ കണ്ടു. കരഞ്ഞു തളർന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. ബോഡി പള്ളിയിലേക്ക് എടുക്കാൻ നേരം അവളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു, ദേ നിന്നെ കാണാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മൈക്കിൾ വന്നേക്കുന്നു. കല്യാണത്തിന് അവന് ഷർട്ട് മേടിച്ചു കൊടുക്കുമെന്ന് നീ പറഞ്ഞില്ലേ? ദേ വന്നു, നീ എഴുന്നേക്കും, അവനെ നോക്ക്. എനിക്ക് തൊണ്ട പൊട്ടുന്നത് പോലെ തോന്നി. എല്ലാവർക്കും കരയാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് മാത്രം കഴിയുന്നില്ല. പള്ളിയിൽ അവളുടെ ബോഡി അൾത്താരയ്ക്ക് അഭിമുഖമായി വെച്ചു. പുരോഹിതൻ കുർബാന ചൊല്ലി. അവളുടെ ശരീരം ഇനി 6 അടി മണ്ടി. അവളുടെ മുഖം പെട്ടിയിൽ മൂടുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പോയി നോക്കി. കുറേ അവളെ വഴക്ക് പറഞ്ഞു. നീ ചെയ്തതിനോട് ഒരിക്കലും ഞാൻ നിന്നോട് കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞു. അന്ന് ആദ്യമായി ഞാൻ ജെനിയെ വഴക്ക് പറഞ്ഞപ്പോൾ മിണ്ടാതെ കേട്ടു. സെമിത്തേരിയിൽ അവളുടെ ബോഡി കൊണ്ടുവന്നു. വെളുത്ത ഗൗണിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. മുമ്പ് എന്നോട് ആദ്യമായി പ്രപ്പോസ് ചെയ്തപ്പോഴും ഇവൾ ഇതേ നിറമുള്ള ഫ്രോക്കാണ് ഇട്ടിരുന്നത്. കൂടെ നിന്ന സുഹൃത്തുക്കൾ അവളുടെ ബോഡി കുഴിയിൽ വയ്ക്കാൻ നേരം ബോഡി അടുത്ത് വന്നു. ജോനാഥൻ എൻ്റെ അടുത്ത് വന്ന് ഒരു പിടി പൂക്കൾ കയ്യിൽ തന്നു. എന്നെ അവൻ കെട്ടിപ്പിടിച്ചു. നിലവിളികൾ ഉയരുന്നു. ആളുകൾ അവളുടെ കുഴിയിലേക്ക് പൂക്കൾ എറിയുന്നു. അവളുടെ വസ്ത്രങ്ങളും തലയിണയും മറ്റും കുഴിയിലെറിയുന്ന കൂട്ടത്തിൽ അവളുടെ തൂവാല എൻ്റെ കയ്യിൽ തട്ടി. അതെടുത്തുകൊണ്ട് ഞാൻ ബീച്ചിലേക്ക് ഓടി. കടൽ തീരത്ത് പോയി തനിച്ചിരുന്നു. ഞാൻ അലറിക്കരഞ്ഞു. ആ തൂവാലയ്ക്ക് അവളുടെ മണമുണ്ടായിരുന്നു. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ അലറിക്കരഞ്ഞു. ഞാനവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. പക്ഷേ അന്നവൾ വന്നത് അവസാനമായി കാണാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മണ്ണിൽ കമഴ്ന്ന് കിടന്ന് കരഞ്ഞു. കരയുമ്പോൾ അവൾ ഉള്ളിൽ നിന്നും എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നി. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എനിക്കും അവൾക്കും മാത്രമേ അറിയൂ. ഇന്നവൾ എൻ്റെ കൂടെയില്ല. നഷ്ടം എനിക്ക് മാത്രമാണ്. നമുക്ക് മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ അവരുടെ സാന്നിധ്യം അപ്രത്യക്ഷമാകണം. സ്നേഹത്തിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഭൂമിയിൽ പല ബന്ധങ്ങൾക്കും ഉരുക്കിൻ്റെ അത്ര ബലമുണ്ടായേനെ. സ്വയമഹത്വവും ഈഗോയുമാണല്ലോ ഇതിൻ്റെയൊക്കെ തടസ്സം. നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക, പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. കാലം നമ്മൾക്കും അത് സമ്മാനിക്കും. പിണക്കങ്ങൾ മറന്ന് സന്തോഷിക്കുക. സ്നേഹമെല്ലാവരും അർഹിക്കപ്പെടുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് ജോനാഥൻ വന്നു. അവനെന്നെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു. ഞാൻ ഫ്രഷായി ഞാനും ജോനാഥനും കൂടി 1-2 ഫ്രണ്ട്സുമായി ജോസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവൻ്റെ ബന്ധുക്കൾ കുറേ പേർ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം അവൻ്റെ അടുത്തിരുന്നു. അവൻ്റെ അനിയനും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവന് ബോധം വന്നും പോയി നിൽക്കുന്നു. അവൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായി. അവൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു, ജെനി, ഞാനും കൂടെ വരുന്നു എന്ന്. അവനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ വച്ച് ഞാനൊരു സത്യം അറിഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. അവൾ മരിച്ച സമയം രാത്രി 9:30 അങ്ങനെയെങ്കിൽ ആരാണ് 12 മണിക്ക് എനിക്ക് റിക്വസ്റ്റ് വിട്ടത്? ആരാണ് എനിക്ക് മൈക്കിൾ എന്ന് മെസ്സേജ് അയച്ചത്? വല്ലാത്ത ഭയം എന്നെ പിടികൂടി. ശ്വാസം മുട്ടുന്നു. കൂടെ ആരോ ഉള്ളതുപോലെ. ജെനിയുടെ സാന്നിധ്യം എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. എൻ്റെ മുറിയാകെ പെർഫ്യൂമിലെ ദേവദാരു പൂക്കളുടെ മണം. അത് മുറിയിൽ തളം കെട്ടി കിടക്കുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. ടോയ്ലറ്റിൽ കയറിയപ്പോൾ ചുട്ട മാംസത്തിൻ്റെ മണം. വളരെ വ്യക്തമായി അവളുടെ സ്വരം ഞാൻ കേട്ടു, മൈക്കിൾ. ഞാൻ മുറി മാറി അമ്മയുടെ അടുത്ത് പോയി കിടന്നു. അമ്മ രാത്രി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് പേടി തോന്നിയിരുന്നു. ജെനിയുടെ മരണം എന്നെ തളർത്തുന്നെന്ന്. രാത്രിയിൽ അമ്മ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് തരുന്നുണ്ടായിരുന്നു. എപ്പോഴോ അറിയാണ്ട് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ കുറേ മിസ് കോൾ കണ്ടു. തിരിച്ചു വിളിച്ചപ്പോൾ ജോനാഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജോസ് ട്രെയിനിന് തലവെച്ചു. അവൻ പോയി കളിയാ. എനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ രാത്രി വരെ അവൻ്റെ കൂടെ സംസാരിച്ചതല്ലേ ഞങ്ങൾ. ഇന്ന് അവനും കൂടെയില്ല. അവൻ്റെ അടക്കം പിറ്റേ ദിവസമായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയില്ല. എനിക്ക് ഉൾക്കൊള്ളാനായില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ജോസിൻ്റെ അനിയൻ ബ്രിട്ടോയെ ബാറിൽ വെച്ചുണ്ടായ നിസാര തർക്കത്തിൽ കുത്തിക്കൊന്നു. ആ അമ്മയ്ക്ക് 2 മക്കളെ നഷ്ടമായി. കൊന്നത് എൻ്റെ സഹപാഠി. അവളുടെ മരണത്തിന് ശേഷമുള്ള 2 വർഷം ജെനി എന്നെ സ്വസ്ഥമായി ഉറങ്ങാൻ അനുവദിച്ചില്ല. കാരണം അവളെന്നെ വേട്ടയാടുകയായിരുന്നു. ഒരു പക തീർക്കുന്നത് പോലെ.
സ്വപ്നത്തിൽ ആദ്യം വന്ന് ശല്യം ചെയ്യും. പക്ഷെ പിന്നീടത് വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അവൾ വരാൻ തുടങ്ങി. അവളുടെ ശബ്ദം എപ്പോഴും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ കുളിമുറിയിൽ കുളിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്നും ഞാൻ നിലവിളിക്കുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. അത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. പക്ഷേ അവരൊന്നും അത് കേട്ടില്ല. പലപ്പോഴും മുറിയിൽ ആ പെർഫ്യൂമിൻ്റെ മണം വരുമായിരുന്നു. അതിനുശേഷം ഞാൻ സാത്താനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. പിശാചിനെക്കുറിച്ചുള്ള എൻ്റെ യാത്ര ദൈവത്തിൽ കൊണ്ടെത്തിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോനാഥൻ്റെ അങ്കിൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു മുമ്പ് ഓജോ ബോർഡ് ചെയ്തു നോക്കിയത്. ജോയിച്ചേട്ടൻ FBയിലൊരു സ്റ്റാറ്റസ് ഇട്ടു. അത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ആരോടും പരാതിയില്ല. പോസ്റ്റിട്ടതിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തൂങ്ങി മരിച്ചു. അദ്ദേഹം എന്തിനു മരിച്ചുവെന്ന് ആർക്കും അറിയില്ല. ഒരു കാരണവുമില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജോയിച്ചേട്ടനോട് ഞാൻ തമാശ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം മരിച്ച വാർത്തയാണ് ഞാൻ കേട്ടത്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അടക്കിന് ഞാൻ ജോനാഥനെ കണ്ട് കുറേ സംസാരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞാണ് അവനോട് നന്നായി മിണ്ടുന്നത്. അവനെ കുറേ ഉപദേശിച്ചു. വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ പെടരുതെന്ന് വാണിംഗ് കൊടുത്തു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവനെല്ലാം മൂളിക്കേട്ടു. എപ്പോഴും നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നടന്ന എൻ്റെ കളിക്കൂട്ടുകാരൻ ജോനാഥൻ 5 ദിവസം മുമ്പ് തൂങ്ങി മരിച്ചു. കാരണം അറിയില്ല. പക്ഷേ എനിക്ക് പേടി തെല്ലുമില്ല. എനിക്ക് അവരോടൊക്കെ അരിശമാണ് ഇന്നിപ്പോൾ. ജീവിക്കാനറിയാത്ത മണ്ടന്മാർ. ഇത് വായിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് മതി ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ. ഈ ഭൂമിയിൽ സന്തോഷവും ദുഃഖവും ഒന്നും നിലനിൽക്കില്ല. സാധ്യതകളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് വഴി കണ്ടെത്താൻ സാധിക്കും. എനിക്കിപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാരണമാണെങ്കിലും ആത്മഹത്യ പരിഹാരമല്ല. വീട്ടിലുള്ളവരെയെങ്കിലും ഓർക്കണമായിരുന്നു. ജോനാഥൻ്റെ അടക്കിന് ഞാൻ പോയില്ല. പഴയ കുറേ നല്ല ഓർമ്മകൾ തന്നിട്ടാണ് അവർ പോയത്. സ്വപ്നത്തിൽ അവൻ വന്നു. എന്നെ വിട്ടുമാറുന്നില്ല. ഇപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ സ്വപ്നങ്ങളിലാണ്. അതാകുമ്പോൾ ആർക്കും വേർപെടുത്താൻ സാധിക്കില്ലല്ലോ. ജെനി അവസാനമായി എന്നെ കാണാൻ വന്നത് എന്തിനായിരുന്നു? എനിക്കറിയില്ല. ചെയ്തു പോയ തെറ്റിന് ഇന്ന് വിഷമമുണ്ട്. അതേസമയം ജീവിക്കേണ്ട ഈ നല്ല പ്രായത്തിൽ ഇവരൊക്കെ ചെയ്ത വിഡ്ഢിത്തത്തോട് എനിക്ക് വെറുപ്പാണ്. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പെർഫ്യൂമിൻ്റെ ഗന്ധം ഇതെഴുതുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എഴുത്ത് നിർത്തുന്നു. കുറേ പറയാനുണ്ട്, പക്ഷേ നിർത്തുന്നു. ശരിയാവില്ല. ഇത്രയും എന്നെ വായിച്ചതിന് നന്ദി.